നിങ്ങൾക്ക് സമന്വയ റെസിഡൻസ് അസോസിയേഷൻ കുറുമ്പയിലിൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. കുരിശുവരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് 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 കുറിവരച്ചാലും കുരിശുവരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് ദൈവമൊന്ന് ദൈവമൊന്ന്. പമ്പസരസ്തടം ലോകമനോഹരം പങ്കിലമാക്കരുതേ രക്തപങ്കിലമാക്കരുതേ പമ്പസരസ്തടം ലോകമനോഹരം പങ്കിലമാക്കരുതേ രക്തപങ്കിലമാക്കരുതേ വിന്ധ്യഹിമാചല സഖ്യസാനുക്കളിൽ വിത്ത് വിതയ്ക്കരുതേ വർഗീയ വിത്ത് വിതയ്ക്കരുതേ. ഇത് സ്നേഹത്തിൻ്റെ കണക്കെഴുതി സൂക്ഷിക്കേണ്ട കാലം. നിങ്ങളെന്നെ സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് മക്കൾ മുഖത്ത് നോക്കി ചോദിക്കുമ്പോൾ നിസ്സഹായതയുടെ കണ്ണീര് പൊഴിക്കുന്ന മാതാപിതാക്കളെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുന്ന വർത്തമാനകാല മക്കൾ സമൂഹം. സ്വന്തം മക്കൾ അവഗണനയുടെ കൂരമ്പുകൾ ഹൃദയത്തിലേക്ക് കുത്തിയിറക്കുമ്പോഴും മക്കൾക്ക് വേണ്ടി മാതൃത്വത്തിൻ്റെ മഹാസാഗരം തീർക്കുന്ന നാളിതുവരെ കൊടുത്ത സ്നേഹത്തിനും ചുരത്തിയ മുലപ്പാലിനും കണക്ക് സൂക്ഷിച്ചിട്ടില്ലാത്ത പാവം ഒരമ്മ നിങ്ങളിലേക്ക് ഇറങ്ങി വരികയാണ്. ഇവരുടെ സ്നേഹത്തിൻ്റെ കണക്ക് നിങ്ങളെങ്കിലും കുറിച്ചു വെക്കുമെന്ന വിശ്വാസത്തോടെ സ്നേഹത്തിൻ്റെ കണക്ക്. സംഗീത നിയന്ത്രണം അനിൽ ലാലു മാക്കൂൽ. ദീപവിധാനം സജിത് മന്ദരത്തൂർ. രചന പ്രജീഷ് ആർ അറക്കിലാട്. സംവിധാനം കനകരാജ് മയ്യന്നൂർ, ഇസ്മയിൽ കടത്തനാട്.
എന്താ കേസ്? പീഡനോ അതോ പീഡിപ്പിച്ചുള്ള കൊലയോ? 10 18 അതോ 75? ആ, അതിപ്പോഴത്തെ ട്രെൻഡാണ്. ഇവിടെ ഇതിലേതെങ്കിലും പോണം? അല്ല, അത് ചെയ്തവനെ ഒറ്റ വെട്ടിന് കൊന്നതിന്. എന്റെ 10 വയസ്സ് മാത്രം പ്രായമുള്ള കൊച്ചുമോളെ പീഡിപ്പിച്ചു കൊന്ന പന്നിയെ ഞാൻ കൊന്നു. അതൊക്കെ പോട്ടെ. എന്റെ പേര് ശേഖരൻ. എന്താണോ തന്റെ പേര്? ദേവദാസ്. ദേവദാസ്. ആ, നല്ല പേര്. ആ, താൻ എങ്ങനെയോടെ ഇവിടെ? കൊലപാതകം. ആര്? എന്തിന്? എന്നെ ഒരുപാട് സ്നേഹിച്ച എന്റെ അമ്മയെ താൻ എന്താണോ ഈ പറയുന്നത്? അമ്മയെ കൊന്നോ? ശേഖരേട്ടാ, എന്നോടൊന്നും ചോദിക്കരുത്. മോനെ, ഈ ഇരുമ്പഴിക്കുള്ളിൽ നമുക്കൊരു ആശ്വാസം എന്ന് പറയുന്നത് നിന്റെ ലോകം ഞാനും എന്റെ ലോകം നീയും അറിയുന്നതാണ്. അതുകൊണ്ട് പറ, എന്താ സംഭവിച്ചത്? ആരോടും പറയാതെ നമ്മുടെയൊക്കെ മനസ്സിൽ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്ന വേദനയുടെ ഭാണ്ഡം കേൾക്കാൻ മനസ്സുള്ളവരുടെ മുന്നിൽ തുറക്കണം മോനെ. അതാ നമുക്കൊരു ആശ്വാസം. ഇടറി വീണ ജീവിത വീതിയിൽ നിന്നും നമുക്കൊരു ഫിനിക്സ് പക്ഷിയെ പോലെ പറക്കണ്ടേ? വേണം. പക്ഷേ എന്റെ അമ്മ, ശേഖരേട്ടാ, എന്റെ അമ്മ. ഒരേറ്റൊന്നിനെ ഞാൻ വെറുതെ വിടൂല. ആ, ദിവസങ്ങളെ കൊണ്ട് വഴിയിലിറങ്ങി നടക്കാതായി. കാര്യം, എനിക്കൊരു ചെറിയ കീഴ്വായുണ്ട്, അസുഖമുണ്ട്. ഇതാ ഇങ്ങനെ ഇരിക്കുമ്പോഴും
കൈകളിങ്ങനെ മേലോട്ട് ഉയർത്തുമ്പോഴും ഇതൊരു സുഖ, ഒരൊന്നൊന്നര സുഖം. അഞ്ഞി തുടങ്ങിയോ രാമ രാവിലെ തന്നെ ഈ വൃത്തികേട്? വൃത്തികേടാ, ഇതൊരു സുഖ അന്തൂർക്ക, പറഞ്ഞറിയിക്കാനാവാത്തൊരനുഭൂതി. അല്ലടോ, ആളുകളെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കാണ്ട് എനിക്കത് മാറ്റാനുള്ള ഭയ നോക്കൂടെ രാമ? നോക്കിയതാ അന്തൂർക്ക, നമ്മളെ കുഞ്ഞിക്കുട്ടൻ വൈദ്യരെടുത്ത് പോയതാ. വൈദ്യർ എന്നോട് ചോദിക്കുക, ഇതെങ്ങനെ പോകുമ്പോ നല്ല സുഖം അങ്ങോട്ട് കിട്ടണില്ലേ രാമാന്ന്. വൈദ്യര് പറയാ, പിന്നെ എന്തിനാ രാമ ആ സുഖം അങ്ങോട്ട് കൊല്ലണേന്ന്. ആലോചിച്ചപ്പോ എനിക്കും തോന്നി അതാ നല്ലത്. നല്ല വൈദ്യര് തന്നെ. മാത്രല്ല വൈദ്യർക്ക് അസുഖം ഉണ്ടെന്നേ. എക്സാമ്പിളായിട്ട് ചെറേന്ന് പറഞ്ഞ് വൈദ്യരിങ്ങ് തന്നു. ഞമ്മളുണ്ടോ ഇവിടുന്ന് പറയുന്നു പറഞ്ഞ് ഞാനും കിട്ടു. പിന്നെ എന്റെ അന്തൂർക്ക അവിടെ ഒരു പൂരായിരുന്നു. ചെറേന്നു പറയുന്നു, പറേ. ഏത് പൂരത്തിന്റെ കാര്യ രാമ നീ പറയുന്നേ? ഊര് നമ്മളെ കുഞ്ഞൂട്ടം വൈദ്യരെ വീട്ടിലെ കുട്ടിയമ്മേ. പക്ഷെ പെരുക്കിയതോ ചെണ്ട കൊണ്ടല്ലെന്ന് മാത്രം. ആ കുട്ടിയമ്മേ, ദേവൻ ഇറങ്ങിയില്ലേ, സമയം പോകുന്നു. അവൻ ഇപ്പൊ വരും. ആ രാമ, അവനിത് 63ാമത്തെ പെണ്ണ് കാണല. എന്റെ മുത്തപ്പ, ഇതെങ്കിലും ഒന്ന് നടക്കണേ. അമ്മ കാര്യമായിട്ട് എണ്ണുന്നുണ്ടല്ലോ. 60 കഴിഞ്ഞപ്പോ ഞാൻ എണ്ണലങ്ങ് നിർത്തി. 100 കണ്ട് കാണണമെന്ന് അമ്മയുടെ നേർച്ചയോ? അല്ല, 100 എണ്ണം കാണിക്കണമെന്ന് രാമയുടെ നേർച്ചയോ? അമ്മേ, ഇതിനൊന്നും വലിയ കാര്യമില്ലമ്മേ. പെണ്ണ് കിട്ടാത്ത 100 കണക്കിന് ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അല്ല മോനെ, ഇത് നടക്കും, അമ്മയ്ക്ക് ഉറപ്പാ. കഴിഞ്ഞ ഓരോ പ്രാവശ്യവും അമ്മ ഇത് തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നേ? ഹാ, നിങ്ങളെ എന്റെ പുന്നാര അളിയരെ കണ്ടില്ലല്ലോ, ഇന്നലെ വന്നില്ലേ? ഇല്ല, എവിടെ പോയെന്ന് ആർക്കറിയാം. അന്തൂക്ക, ഇതൊക്കെ കാണാനും കേൾക്കാനും നിങ്ങളിവിടെ ഉള്ളത് നന്നായി. നമ്മള് വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല, അറിയാതെ പറഞ്ഞു പോയതാ. ഇനിയും വൈകിക്കണ്ട കുട്ടിയമ്മേ, ഞങ്ങൾ ഇറങ്ങുക. മോനെ ദേവ, പോകാം. പോയി വാ മോനെ. അന്ത്രുക, ഋഷിയെ ഒരുപാട് ഇഷ്ടമായിരുന്നു ദേവന്. ഇങ്ങ് തന്നൂടായിരുന്നു അന്ത്രു എനിക്കോളെ. പൊന്നു പോലെ നോക്കായിരുന്നില്ല ഞങ്ങള്. ജീവനോടെങ്കിലും കാണായിരുന്നില്ല എനിക്കോളെ. സമ്മതമായിരുന്നു, ഒരു 100 വട്ടം സമ്മതമായിരുന്നു. പക്ഷേ ബന്ധുക്കളുടെയും മറ്റുള്ളവരുടെയും മുമ്പിൽ നമ്മളൊരു നാണം കെട്ട് പാപ്പയാകേണ്ടി വന്നു. ക്ഷണിക്കപ്പെട്ട് മുമ്പും പിമ്പും ആലോചിക്കാണ്ട് ഓളെ കെട്ടിച്ചു കൊടുത്തത് ഒരു ഇമാറിനെ കൊണ്ടാണെന്ന് നമ്മൾ അറിഞ്ഞില്ല. ഉമ്മയില്ലാതെ വളർത്തിയത് കൊണ്ട് ബാപ്പാനെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി ഓളെന്നോടൊന്നും പറഞ്ഞില്ല. 10 മാസം കഴിഞ്ഞപ്പോ സഹിക്കുന്നതിന്റെ അപ്പുറത്തായപ്പോ ആരോടും പറയാതെ ഉളങ്ങും പോയി. കെട്ടിത്തൂങ്ങി എന്റെ പൊന്നുമോളുടെ വയറ്റിൽ 5 മാസം പ്രായമുള്ള ഒരു കൊച്ചുമോളുണ്ടായിരുന്നു. കുട്ടിയമ്മ നഷ്ടപ്പെട്ടത് ഞമ്മക്ക് മാത്രം. പോട്ടെ അന്ത്രിക്ക. അല്ല മോളെ, ഓളോട് ഉണ്ടായിരുന്നെങ്കിൽ ഞമ്മക്ക് ഇതുപോലെ കണ്ണു നിറച്ച് കാണാമായിരുന്നു. അതൊക്കെ പോട്ടെ, ഞാൻ ചായ എടുക്കാം. വേണ്ട മോളെ, നമ്മള് പോവുക. കുട്ടിയമ്മ, നമ്മുടെ ഈ 1.5 ഏക്കർ വയലിൽ കൃഷി ഇറക്കാൻ ഒരാൾ വന്നിട്ടുണ്ട്. എന്താ, കൊടുത്തൂടെ? അതിനെന്താ, പറ്റിയ ആളുണ്ടെ കൊടുത്തേക്ക്. അമ്മേ, ജോണിയോട് ചോദിക്കണ്ടേ? എന്തിനീ? വേണ്ട, നിങ്ങൾ തമ്മിൽ തീരുമാനിച്ച് എന്താണെന്ന് വെച്ചാൽ നമ്മളോട് പറയാം. നമ്മളിപ്പം പോവുക. അമ്മേ, ഈ വർഷം കൃഷി ഇറക്കാന്ന് ജോണി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആദ്യം സ്വബോധത്തോടെ 2 കാലിൽ നിൽക്കാൻ പറ അവനോട്, എന്നിട്ടാവാം കൃഷി ഇറക്കല്. ദേവോ,
ഈ വീടും സ്ഥലവും മാത്രമേ ഞാൻ നിന്റെ പേരിൽ എഴുതി തന്നിട്ടുള്ളൂ. അതിന്റെ ആധാരം ഇപ്പോഴും എന്റെ കയ്യിലാ. അത് മറക്കണ്ടെന്ന് പറഞ്ഞേക്ക് നിന്റെ ഭർത്താവിനോട്. അമ്മേ, എഴുതി തന്നിട്ട് ആധാരം നിങ്ങളെ കയ്യിലാണെന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. എന്നാ പിന്നെ നീ ഞങ്ങളെ ഇവിടെ ഇറക്കി വിടടി. കോട്ടയത്ത് നഴ്സിംഗ് പഠിക്കാൻ പോയതാ എന്റെ പൊന്നുമോള്. തിരിച്ചു വന്നതോ വയറ്റിൽ ഒരു കുഞ്ഞിനെയുമായിട്ട്. ഒടുവിൽ അവൻ കല്യാണം കഴിക്കാതെ ഒഴിഞ്ഞു മാറുന്നായപ്പോ ഈ വീടും സ്ഥലവും എനിക്ക് നിങ്ങളുടെ പേരിൽ എഴുതി വെക്കേണ്ടി വന്നു. അല്ല, നിങ്ങൾ എന്നെ കൊണ്ട് എഴുതി വെപ്പിച്ചോ. എന്നിട്ടോ അനിയന്റെ കല്യാണം കഴിയുന്നത് വരെ ഈ അമ്മയ്ക്കും മനിയനും ഇവിടെ ജീവിക്കാൻ ഒരു ഔദാര്യവും. അമ്മ എന്തൊക്കെ പറഞ്ഞാലും ജോണി ഒരു കടുത്ത തീരുമാനമെടുത്ത മറിച്ചൊന്നും പറയാൻ എനിക്കാവില്ല. അപ്പൊ എന്റെ മുന്നിൽ അമ്മയെന്നോ അനിയനെന്നോ ഉണ്ടാവില്ല. ഞാനും എന്റെ ജീവിതവും മാത്രമേ ഉണ്ടാകൂ. മറക്കണ്ട.
കിളിച്ചന്തം മേടഞ്ഞുണ്ടാക്കി അതിലെന്റെ ഹൃദയം ഞാൻ ഒളിച്ചു വച്ചു നല്ല കുളിരുള്ള സ്വപ്നം കണ്ടിരിക്കല്ലേ എന്നാ എന്റെ പുനാലിയനങ്ങനെ കുളിരണ്ട. ഇന്നലെ കണ്ട പെണ്ണില്ലേ ആ നടക്കൂല അളിയ. അളിയൻ ഒരുപാട് സന്തോഷിക്കണ്ട. എന്റെ കല്യാണം നടന്നാലേ നിങ്ങൾക്ക് ഗുണമുള്ളൂ. അത് അളിയന്റെ തോന്നല. ഇയാളെ കല്യാണം നടന്നാലില്ലേലും ഈ വീടും സ്ഥലവും വിൽക്കാൻ അമ്മയും മകനും എനിക്കൊരു തടസ്സമല്ല ദേവദാസ്. താനൊരു ക്രൂരനാണോ? പ്രേമിച്ച പെണ്ണിനെ കൊല്ലിച്ച ക്രൂരൻ. മതി, നിർത്തി. നിർത്തണോ? നിർത്തി. ശരിയാ, റസി എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അവൾക്ക് എന്നോടും. എല്ലാവരും അറിഞ്ഞ് പ്രസംഗം തുടങ്ങിയപ്പോ ആരെയും വേദനിപ്പിക്കണ്ടെന്ന് കരുതി കരൾ വരച്ചെടുക്കുന്ന വേദനയോടെ പരസ്പരം പറഞ്ഞു പിരിഞ്ഞവരാ ഞങ്ങള്. പക്ഷേ ആ തീരുമാനം തെറ്റായിപ്പോയി. വലിയ തെറ്റ്. കാലം കഴിയുമ്പോ അറിയാ ചില തെറ്റുകൾ ശരിയാവുന്നത്. ഇപ്പൊ എന്റെ കാര്യം തന്നെ നോക്കി. ഇയാളെ പെങ്ങളെ ഞാൻ പ്രേമിച്ചു, വയറ്റിലുണ്ടാക്കി, പിന്നെ ഈ വീടും സ്ഥലവും മേടിച്ചു. അതിനുശേഷം കെട്ടി. ഇങ്ങനെ അറിയാ ചില കാര്യങ്ങൾ ശരിയാവുന്നത്. അതേടാ, അന്നേ തീർക്കണ്ടായിരുന്നു നിന്നെ. പക്ഷേ അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടായിപ്പോയി. കൊല്ലില്ല എന്റെ കുഞ്ഞിനെ. ഗുളിക മാറ്റിക്കൊടുത്ത് വയറ്റിലിട്ട് തന്നെ കൊല്ലില്ല എന്റെ തള്ള. ജോണി, പല പ്രാവശ്യം ഞാൻ പറഞ്ഞതാ ഞാനത് ചെയ്തിട്ടില്ലാന്ന്. 10 മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ച മക്കളെ സ്നേഹിക്കുന്ന ഒരമ്മയ്ക്കും അതിന് കഴിയില്ല മോനെ. അല്ലേ ചവിട്ടി പുറത്താക്കണ്ടേ എല്ലാത്തിനും. അത് ചെയ്യാതിരുന്ന എന്റെ തെറ്റി. ഏത് നിമിഷവും വെട്ടി കെട്ടി തയ്യാറായി നിന്നോ ഇറങ്ങേണ്ടി വരും രണ്ടും ഇവിടുന്ന്. ഇതെഴുതി തന്നത് ഞാനാണെങ്കിൽ എപ്പോൾ ഇറങ്ങണമെന്ന് എനിക്കറിയാം. ജോണി ചെല്ലി കാണാം. അന്നേ പറഞ്ഞാലേ നമുക്ക് ഇവിടെ ഇറങ്ങാൻ. അല്ല മോനെ, അച്ഛൻ ഉറങ്ങുന്ന മണ്ണ് വിട്ട് എങ്ങനെയാ നമ്മൾ ഈ വീടിന്റെ ഓരോ കോണിലും അപ്പു ആശാന്റെ അല്ല എന്റെ അപ്പേട്ടന്റെ മേളത്തഴമ്പുണ്ട്. ചെവിയോർത്തിരുന്നാൽ അതെനിക്കിപ്പോഴും കേൾക്കാം. ആരെയും കൊതിപ്പിക്കുന്ന നിന്റെ അച്ഛന്റെ മേളപ്പെരുക്കം. ആദ്യമായി ഒരു പെണ്ണിന്റെ കയ്യും പിടിച്ച് എന്റെ മോൻ കയറി വരേണ്ടത് അച്ഛന്റെ ആത്മാവുറങ്ങുന്ന ഈ മട്ടിലാവണം. അച്ഛന്റെ ആഗ്രഹം അത് നീ നിറവേറ്റണം. അതിനുശേഷം എന്റെ മോൻ വിളിക്കുന്ന എവിടേക്ക് വേണമെങ്കിലും ഈ അമ്മ ഇറങ്ങി വരൂ.
തിരിച്ചു വരും മുമ്പേ കാര്യം നടന്നിരിക്കണം. എന്നാലോ എന്റെ ദേവു, ഒരെന്നാലുമില്ല. എന്റെ അമ്മയോട് മനസ്സിലിടും. എനിക്കില്ലാത്ത സ്നേഹമൊന്നും ജോണിക്ക് വേണ്ട. വേണ്ട. അല്ലേലും എനിക്കെന്റെ സ്നേഹം, എന്റെ സ്നേഹം മുഴുവൻ എന്റെ ദേവുമോളോടല്ലേ. കോട്ടയത്ത് അഡ്വാൻസ് കൊടുത്ത ഫ്ലാറ്റ് നമുക്ക് സ്വന്തമാക്കണ്ടേ? പിന്നെ എന്റെ ഏറ്റവും വലിയ സ്വപ്ന അമേരിക്കയിൽ 5 ലക്ഷം രൂപ ശമ്പളത്തിൽ ഒരു ജോലി. അതിനൊക്കെ ഈ പണം വേണം. അതിന് വീട് സ്ഥലവും വിറ്റേ മതിയാകൂ. അതിന് ജോലി കുറച്ച് സീരിയസ് ആവണം. 24 മണിക്കൂർ നമ്മളെ കൂടിയൊന്ന് നിർത്തണം. നിർത്താടി, നീ നിന്റെ ആഗ്രഹങ്ങളുടെ കെട്ടല്ലേ അയച്ചത്. എന്റെ ആഗ്രഹങ്ങളോ? നമ്മുടെ ആഗ്രഹങ്ങളല്ലേ ജോണി. നമ്മുടേതാണെങ്കിൽ നമുക്കിടയിൽ ഒരു കുഞ്ഞു വേണം. ജോണി എന്തായി പറയുന്നേ? ഈ സമയത്ത് ഒരു കുഞ്ഞ്, അത് ബുദ്ധിമുട്ടാ. അമേരിക്കയിൽ പോയ 3-ാമത്തെ മാസം ജോണിയെ ഞാൻ അങ്ങോട്ട് കൂട്ടില്ലേ? അവിടെ വെച്ച് ഞാൻ പ്രസവിക്കും എന്റെ ജോണിയുടെ കുഞ്ഞിനെ. നീ പ്രസവിക്കാനോടി അമേരിക്കയിലേക്ക് പോകുന്നത്? എന്റെ കുഞ്ഞ് ജനിക്കണത് ഇവിടെയാ, അമേരിക്കയിലല്ല. എന്തു പറ്റി എന്റെ ജോണിക്ക്? ജോണിയെ കൊണ്ട് വേണ്ടാത്തൊക്കെ ചിന്തിപ്പിക്കുന്നത്. അല്ലടി, അത് കഴിക്കുമ്പോഴാ ഞാനാകുന്നത്. അല്ലാത്തപ്പോ നിന്റെ തിരക്കഥയിൽ തകർത്തഭിനയിക്കുന്ന ഒരു നല്ല നടനല്ലടി ഞാൻ. നിർത്താം. ദേവു, നിനക്ക് ഓർമ്മയില്ലേ നമ്മൾ പ്രേമിക്കുന്ന കാലം? അമേരിക്കയിലെ ഹോസ്പിറ്റലിൽ വലിയ ശമ്പളത്തിൽ ഒരു ജോലിയുണ്ടെന്ന് അറിഞ്ഞ നാൾ മുതൽ നിന്റെ തിരക്കഥയിലായിരുന്നില്ലേ എന്റെ അഭിനയം? അത് നമുക്ക് വേണ്ടിയല്ലേ? അല്ല, നീ നിന്റെ ആഗ്രഹ സാഫല്യത്തിനായി നീയല്ല നമ്മളെ കുഞ്ഞിനെ ഇല്ലാതാക്കിയത്. എന്നാലും ദേവു, ഒരെന്നാലുമില്ല. അവര് തിരിച്ചു വരുമ്പോ പെട്ടി തുറന്ന് ആ താരം കൈക്കലാക്കണം. ചെല്ലടി. ജോണി, എന്താ ഇത്? രാമാട്ടൻ ഒഴിച്ചു തരൂലേ? എന്നാ ഒരിക്കൽ അത് വളരാമൻ കഴിച്ചു. രാമ, കഴിക്കുന്നൊക്കെ ശരി, ഇവിടെ നാട്ടിക്കരുത്. ഇല്ലടാ ജോണി, നാട്ടൊന്നും ഉണ്ടാവില്ല, ശബ്ദം മാത്രം. ജോണി, ഞാനിങ്ങനെ കഷത്ത് കയറിയും വെച്ച് നാട് നീളം പെണ്ണ് കാണിച്ച് നടക്കേണ്ടവനല്ല. ഒരു വിവാഹ ബ്യൂറോ നടത്തി AC റൂമിൽ ഇങ്ങനെ കിടക്കേണ്ടവനാ. ജോണി, ഒരു സ്മോൾ നാട്ടിലൊന്നും ഉണ്ടാവില്ല. ജോണി, ഇപ്പോഴത്തെ ഉപ്പോശാന്റെ മോൻ ദേവന്റെ കല്യാണം ആദ്യം ബ്രോക്കർ രാമൻ തന്നെ നടത്തും. 1000 പെണ്ണ് കാണേണ്ടി വന്നാലും ശരി, ആദ്യപ്പെടുത്ത കുട്ടിയമ്മക്കും അപ്പുവാശാനും ഈ ബ്രോക്കർ രാമൻ കൊടുത്ത വാക്ക. എന്ത് വാക്ക്? എന്താ ജോലി? രാമാട്ടം സഹായിക്കൂലേ? രണ്ടാണുങ്ങൾ ഇങ്ങനെ മല പോലെ നിൽക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? പിന്നെ എന്തിനാ നിൽക്കുന്നത്? അഞ്ഞൊന്നും മിണ്ടാണ്ടിരിക്കാവാ. ആണുങ്ങളെ പോലെ ആണുങ്ങൾ ഇവിടെ നിന്നാ നേരത്തോടൊക്കെ തന്നോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. മോളെ ദേവു, മോളെ കുട്ടിയെ ആശുപത്രി തലയിട്ട് വീണു, ഇപ്പൊ ഐസിയില്ല. സീരിയസ് എന്നാ കേട്ട്. അപ്പോ എന്റെ ആധാരം ജോണി, നമ്മുടെ ആധാരം, അവളുടെ ഒരു ആധാരം.
ഡോക്ടറിനെ കാണിച്ച് അമ്മയെ പുറത്തൊരു കസേര ഇരുത്തി മരുന്ന് വാങ്ങിക്കാൻ പോയതാ ഞാൻ. തിരിച്ചു വന്നപ്പോ പരിചയമുള്ളൊരു സിസ്റ്ററാ പറഞ്ഞ് അമ്മ തലകറങ്ങി വീണു. അപ്പോഴേക്കും സ്ട്രോക്ക് അമ്മയുടെ വലതുഭാഗം തളർത്തിയിരുന്നു. വെള്ളം കുടി. ഈ ചുരുങ്ങിയ നിമിഷം കൊണ്ട് നിങ്ങൾ എന്നോട് കാണിച്ച സ്നേഹം പോലും എന്റെ പെങ്ങക്ക് 10 മാസം മുമ്പ് ചോന്ന് പ്രസവിച്ച എന്റെ അമ്മയോട് തോന്നാത്തത് എന്തേ ശേഖരട്ട? ചിലരങ്ങനെയാ. ചിലർ അവരുടെ കണ്ണു തുറക്കുന്നതും കാതു പൂർപ്പിക്കുന്നതും അവരെ മാത്രം കാണാനും അവരെ മാത്രം കേൾക്കാനും വേണ്ടിയാണ്. അല്ലാതെ മറ്റുള്ളവരുടെ വേദന കാണാനുള്ള കണ്ണൊന്നും അവർക്കില്ല മോനെ. കണ്ണു തുടച്ച് കേൾക്കാൻ നോക്കും. മരുന്ന് കഴിക്കാനാണ്. മനസ്സിനൊരു സുഖം തോന്നുന്നില്ല മോനെ. അമ്മയുടെ മനസ്സിന് സുഖം കിട്ടാൻ ഞാൻ എന്താ അമ്മ ചെയ്യേണ്ടത്? ഒന്നും വേണ്ട മോനെ. വേണം. മനസ്സ് സന്തോഷമായിരുന്നാലേ അമ്മയുടെ അസുഖം മറന്ന ഡോക്ടർ പറഞ്ഞേ. അതുകൊണ്ട് ഞാനൊരു പാട്ട് പാടട്ടെ. അതാണ് അഞ്ഞി പാടുമോനെ ദേവാ. അന്ത്രുക്ക ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല, ഡോസുള്ള മരുന്ന് കഴിക്കുന്നല്ലേ. എന്താ കുട്ടിയമ്മ ഇത്? നിങ്ങളെന്താ കൊച്ചു കുട്ടികളാണോ? അതല്ല അന്ത്രു, എനിക്ക് ഇവന്റെ കാര്യം ആലോചിക്കുമ്പോഴാ. മതി അമ്മേ. അല്ല മോനെ, മോനും കൂടി അവകാശപ്പെട്ട വീടും സ്ഥലവും മോനോട് പോലും ചോദിക്കാതെയാ അമ്മ അവരുടെ പേരിൽ എഴുതി നൽകിയത്. ഇവിടെ നിറങ്ങുമ്പോ എന്റെ മോൻ ഒന്നുമില്ലാത്തവനായി. അമ്മയെ ഒന്ന് നിർത്തി. പിന്നല്ലാണ്ട് ഓനെ കുറിച്ച് നിങ്ങൾ വിഷമിക്കല്ലാണ്ട് പരീക്ഷ എഴുതി ഒരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവനാ ദേവേ. മാത്രമല്ല ഓനൊരു കൃഷിക്കാരനും കൂടിയാ. ഈ ലോകത്ത് മറ്റാരേക്കാളും വിലയാ കുട്ടിയമ്മേ കൃഷിക്കാരൻ. കാരണം അന്നം കൊടുക്കുന്നു പടച്ചവനാണെന്നാ പറയാറ്. അതുകൊണ്ട് നിങ്ങൾ ഓന്റെ കാര്യത്തെ ബേജാറാവല്ല. അതല്ല അന്ത്രു, എത്ര പെണ്ണിനെ പോയി കണ്ടതാ എന്റെ മോൻ. എല്ലാം നടക്കുന്നു എത്രയും പെട്ടെന്ന് തന്നെ. ആ മോനെ ദേവാ, ഇഞ്ഞ പാട്ടങ്ങ് പാടടോ. അമ്മേന്റെ മനസ്സിന്റെ വിഷമങ്ങളൊക്കെ ഒന്ന് മാറട്ടെ. അമ്മേ ഞാൻ പാടട്ടെ? ഞാൻ പാടും. അഞ്ഞി പാട് മോനെ. പാടണോ മോനെ? ആകാശനീലിമയിൽ മാരിവിൽ മാനസമായെന്നെ തലോടും
കുളിർക്കാറ്റുപോലെ ചില്ലയിൽ പാടും കുയിൽ പാട്ടുപോലെ സ്നേഹാർദ്രസാഗരം എൻ്റെ അമ്മ 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 എൻ്റെ അമ്മ ആകാശനീലിമയിൽ മാരിവിൽ മാനസമായി എന്നെ തലോടും കുളിർക്കാറ്റുപോലെ മാനസനോവൻ്റെ മിഴികളിൽ പടരുമ്പോൾ ആശ്വാസത്തേൻ മഴ എൻ്റെ അമ്മ മാനസനോവൻ്റെ മിഴികളിൽ പടരുമ്പോൾ ആശ്വാസത്തേൻ മഴ എൻ്റെ അമ്മ വാത്സല്യത്തേൻ ദേവാ ഇത മോനെ കിട്ടി കിട്ടി ഇതാ നോക്ക് കുട്ടമേത നോക്കിതാ കിട്ടി ഒന്ന് നിർത്ത്. ഇതെന്താ ചന്തയോ? അതോ വീടോ? നിനക്ക് എന്ത് തോന്നുന്നു അങ്ങനെ? ദേ അമ്മേ, മോളെ ഞങ്ങളൊരു തമാശക്ക് തമാശ തമാശയൊക്കെ നിങ്ങളെ വീട്ടിൽ മതി. ഞാൻ ഈ വീട് സ്ഥലവും വിൽക്കാൻ പോവാ. മോളെ, അപ്പൊ ഇവരുടെ കാര്യം എനിക്കറിയില്ല. അമേരിക്കയിൽ പോകാനുള്ള അവസാനത്തെ ഇന്റർവ്യൂ കഴിഞ്ഞാ ഞാൻ വരുന്നത്. 2 ആഴ്ചക്കുള്ളിൽ എനിക്ക് അങ്ങോട്ട് മടങ്ങണം. പിന്നെ കോട്ടയത്തുള്ള ഫ്ലാറ്റിനുള്ള അഡ്വാൻസ് കൊടുക്കണം. ഇതിനൊക്കെയുള്ള 30 ലക്ഷം രൂപ ഇവനിങ്ങ് തന്ന അമ്മയ്ക്കും മകനും ഇവിടെ സുഖമായി കഴിയാം. 30 ലക്ഷം തരാൻ പറ്റില്ലെന്നറിയാം. അത് തന്നെയാ പറഞ്ഞത് എന്റെ പുന്നാര അനിയനോട്. അമ്മയെ കൂട്ടി ഇവിടെ നിറങ്ങി തരാൻ. ഈ സുഖമില്ലാത്ത അമ്മയും കുട്ടി ഞാൻ എങ്ങോട്ടാ ദേവു? എങ്ങോട്ടെങ്കിലും. അല്ല, അമ്മ നിനക്കൊരു ബുദ്ധിമുട്ടാണെങ്കിൽ വല്ലാക്കത്തി മന്ദിരത്തിലോ വൃദ്ധസദനത്തിലോ കൊണ്ടു ചെന്നാക്കണം. ഇപ്പൊ ഇങ്ങനൊക്കെ തന്നെ. ഇനി ഒരു അക്ഷരം ഉണ്ടരുത്. അമ്മയുടെ പേര് ചൊല്ലി മക്കൾ തമ്മിൽ ഒരു വഴക്ക് വേണ്ട. ആ അമ്മയുടെ വഴി തന്നെ പിറന്നല്ലോടി നീ. ആദ്യ തളർന്ന ശരീരത്തിനുള്ളിലെ പ്രതീക്ഷയുടെ മനസ്സുകൂടി തളർത്തിക്കളയല്ലേ മോളെ. ഇതൊക്കെ പറയാൻ നിങ്ങൾ ആരാ? ഇതെന്റെ വീട്, എന്റെ കുടുംബം. വേണ്ട മോനെ, കുടുംബ ബന്ധങ്ങളെക്കാൾ വലുത് സ്നേഹബന്ധങ്ങളാണെന്ന് പഠിപ്പിച്ചിട്ടും പഠിക്കാത്തതാണ് ഈ തലമുറയുടെ ശാപം. എത്ര വളർന്നാലും അവരെ കുട്ടികളായി കാണുന്നതാ നമ്മുടെ തെറ്റ് അല്ലേ അന്തൂക്ക? ഓട്ടെ ദേവ. എല്ലാവരെയും വേദനിപ്പിച്ചും വിഷമിപ്പിച്ചും നീ നേടുന്നതൊന്നും ശാശ്വതമല്ല ദേവു. ആര് വെറുത്താലും വേദനിച്ചാലും എനിക്കൊന്നുമില്ല. അനിയൻ അമ്മയും കൂട്ടി എപ്പോ ഇറങ്ങുന്നു പറഞ്ഞാ മതി. ഇല്ല, ആരും ഇറങ്ങുന്നില്ല ഇവിടുന്ന്. നീ പോലും ജോണി, അതേടി ജോണി, വിട്. വിടവളെ. നിങ്ങൾക്കറിയോ, ഇവൾ അമേരിക്കയിലേക്ക് പോവാൻ ആ സ്ഥാപനമായി ഉണ്ടാക്കിയ കരാറിന്റെ കോപ്പിയായിരുന്നു. 5 വർഷത്തേക്ക് പ്രസവിക്കില്ല എന്ന കരാർ. ഇപ്പോ എനിക്കൊരു കാര്യം ഉറപ്പായി. എന്റെ കുഞ്ഞിനെ കൊന്നത് ഇവളാ, ഈ രാക്ഷസി.
ചെയ്ത് എന്റെ ആഗ്രഹങ്ങൾക്ക് തടസ്സം നിന്ന എല്ലാത്തിനെയും ഞാൻ കൊല്ലും. എല്ലാത്തിനെയും ഞാൻ കൊല്ലും. എല്ലാത്തിനെയും. എന്റെ വയറ്റിൽ പിറന്നല്ലോടി നീ. അല്ല, ഇവിടെ എന്റെ മകളല്ല. ഇവിടെ എന്റെ മകളല്ല. ഞാനൊന്ന് പറയട്ടെ, പോകരുത് പ്ലീസ്. ഇനിയും ഞാൻ ഇവിടെ നിന്ന എനിക്കൊരു കൊലപാതകയാകേണ്ടി വരും. ആ, പോകുന്ന മുമ്പ് ഒരു കാര്യം കൂടി. ഇത് നിനക്കൊന്നുമല്ലെന്ന് എനിക്കറിയാം. എന്റെ ഒരു സമാധാനത്തിനാ. ദേവുനെ, ദേവു മാത്രം മതി. ദേവുനെ, ദേവു മാത്രം മതി. ദേവുനെ, ദേവു മാത്രം മതി. ദേ തള്ള തുടങ്ങി. മനഃപൂർവ്വം എനിക്ക് ഇന്നലെ വല്ല പണി തരാൻ വേണ്ടി തള്ള തൂറുന്നതും മൂത്രമൊഴിക്കുന്നതും കിടന്നെടുത്ത് കഴിഞ്ഞാ മടുത്തോ? ഇന്ന് ഞാൻ ഇതിനൊരു പരിഹാരം കാണും. ഇന്ന് ദേവു ഇതിനൊരു പരിഹാരം കാണും.